ഹായ്. കുറച്ച് ദിവസമായില്ലേ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഒരു കാര്യം എനിക്ക് കണ്ടപ്പോൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഞാൻ രാവിലെ വർക്കൗട്ടിന് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വേർഡിങ്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇൻ ലൈഫ് ഇറ്റ്സ് യു വേഴ്സസ് യു. ശരിയല്ലേ? ഞാൻ ഇതിന് മുന്നേ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ആലോചിച്ചേ, നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് മറ്റുള്ളവരെക്കാൾ കേമന്മാരാവണം, കേമികളാവണം എന്നൊരു ത്വര എല്ലാവർക്കും ഉണ്ടാവും. എനിക്കുമുണ്ട്, എൻ്റെ ചുറ്റുമുള്ളവർക്കും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് മത്സരം, എപ്പോഴും മത്സരബുദ്ധിയോടുകൂടി എവിടെയും എനിക്ക് ഒന്നാമതാവണം എന്നൊരു ഇത്. മറ്റുള്ളവനേക്കാളും ഞാൻ ഒരു പടി എനിക്ക് ഇച്ചിരി ഇമ്പോർട്ടൻസ് കിട്ടണം, ഞാൻ ഇച്ചിരി മിടുക്കനാണെന്ന് കാണിക്കാനുള്ള ആ ഒരു ടെൻഷനും ആ ഒരു വ്യഗ്രതയും എല്ലാത്തിലും, ഡ്രസ്സിങ്ങിലായിക്കോട്ടെ, സംസാരം, പെരുമാറ്റം, ജോലി, എല്ലാത്തിലും. പക്ഷേ ആ വേർഡിങ്സ് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവണില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂട്ടുകാരുമായി താരതമ്യപ്പെട്ട് അവര് കാണിക്കുന്ന എല്ലാ കാര്യത്തിനേക്കാളും ഇച്ചിരി കൂടെ ഒന്ന് മുമ്പിൽ കാണിക്കാൻ, അവരുടെ മുമ്പിൽ ആളാവാനുള്ള ശ്രമം മാത്രമേ നടക്കുന്നുള്ളൂ. നമ്മളുടെ ഉള്ളിൽ പ്രകടമായി യാതൊരു മാറ്റവും വരുന്നില്ല. അപ്പോൾ ഇറ്റ്സ് യു വേഴ്സസ് യു എന്ന് ചിന്തിച്ചപ്പോൾ ശരിയാ, ഞാൻ എന്തുകൊണ്ട് എന്നോട് തന്നെ മത്സരിച്ചുകൂടാ? അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ചെറിയ ടിപ്പാട്ടോ, എനിക്ക് യൂസ്ഫുൾ ആയതാ. നിങ്ങളൊരു ഡയറി എടുത്ത് നിങ്ങളുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഇതിൽ ഓരോ ദിവസവും ഒരു ടാർഗറ്റ് വെക്കുക. ഓരോ ദിവസവും നിങ്ങളിലെ നെഗറ്റീവ്സിനെ, നിങ്ങൾക്ക് തന്നെ തോന്നില്ല, നമ്മൾ ആരും പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കേണ്ടൊന്നുമില്ല, നമുക്ക് സ്വയമേ അറിയാം നമ്മുടെ വീക്ക്നെസ്സസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം നിങ്ങളുടെ വീക്ക്നെസ് ആണെന്ന് കരുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും പോസിറ്റീവ്സ് ആക്കി മാറ്റാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടത്തും. അത് ഇന്ന് മുതൽ തുടങ്ങിക്കും. ഞാൻ ചെയ്താണ് കേട്ടോ. എനിക്ക് തീരെ പറ്റില്ലാത്തൊരു കാര്യമായിരുന്നു ഈ വർക്കൗട്ടിന്. ഞാൻ പല ജിമ്മിലും ജോയിൻ ചെയ്തു. ആദ്യത്തെ ഒരാഴ്ച നന്നായി പോകും, അത് കഴിയുമ്പോൾ പിന്നെ ഉഴപ്പാവും, എനിക്ക് പറ്റൂല. അപ്പം എന്നെ എല്ലാവരും കളിയാക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ പാരൻസും എൻ്റെ ഹസ്ബൻഡും ഒക്കെ എന്നെ കളിയാക്കും, എന്നാ കാണിക്കാൻ പോകണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇത്തവണ ജോയിൻ ചെയ്തപ്പോഴും എൻ്റെ മോനോട് ചോദിച്ചു, അമ്മ എന്തിനാ വെറുതെ കാശ് കളയണേന്ന് ചോദിച്ചു. അതെനിക്കൊരു ട്രിഗറായിരുന്നു കേട്ടോ. എന്നാ ശരി, എല്ലാവർക്കും എന്നെക്കുറിച്ച് ഇങ്ങനെയാണ്, അന്ന് ഞാനതൊന്ന് തിരുത്തി നോക്കാമെന്ന് വെച്ചിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ടിൽ ഡേറ്റ് ഞാൻ അവധി എടുക്കാതെ ഉഴപ്പാതെ കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് എൻ്റെ കണ്ണിൽ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് ഞാൻ കരുതിയിരിക്കുന്ന ആ ഒരു കാര്യം എനിക്ക് മാറ്റാൻ പറ്റും. അപ്പം ഓരോ ദിവസം ഞാൻ ശ്രമിക്കുന്നത് ഇന്നലത്തെ എന്നേക്കാൾ ഇച്ചിരി കൂടെ നന്നായിട്ട്, ഇച്ചിരി കൂടി മെച്ചപ്പെടാൻ. ഓരോ ദിവസം ചെല്ലുന്തോറും ഐ ഷുഡ് ബി ദ ബെസ്റ്റ്, ബെറ്റർ വേഴ്സൺ, ബെസ്റ്റ് വേർഷൻ, മാറി 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 അങ്ങനെ ദ ബെസ്റ്റസ്റ്റ് വേർഷൻ ആവാനുള്ള ശ്രമമാണ്. നിങ്ങളും അങ്ങനെ ശ്രമിച്ചു നോക്കുക. എന്തിനാ വെറുതെ അൺനെസസറി കോമ്പറ്റീഷൻ മറ്റുള്ളവരുമായിട്ട്? ആരുടെയും വാലിഡേഷൻ നിൽക്കണ്ട, ആരുടെയും ഒരു കുറ്റപ്പെടുത്തലുകളോ ഒന്നും കേൾക്കാൻ നിൽക്കണ്ട. നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുക. എന്നിട്ട് എനിക്ക് എങ്ങനെ മെച്ചപ്പെടാൻ പറ്റും എന്ന് ചെയ്തു നോക്കുക. ശ്രമിച്ചു നോക്കിക്കഴിഞ്ഞിട്ട് ഇതിൽ എത്ര പേര് വിജയിച്ചു എന്ന് എന്നോടൊന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും ഉള്ളൂ. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ ആൻഡ് യു ഗൈസ് ആർ ദ ബെസ്റ്റ്. നിങ്ങളെ കൊണ്ട് പറ്റും. ബൈ ഫോർ നൗ.